ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 8 താരകബ്രഹ്മയോഗം. ശ്ലോകം 1. അർജുന ഉവാച കിം തദ്ബ്രഹ്മ കിമധ്യാത്മം കിം കർമ്മ പുരുഷോത്തമാ അധിഭൂതം ച കിം പ്രോക്തം അധിദൈവം കിമുച്യതേ. ശ്ലോകം 2. അധിയജ്ഞകഥം ഗോത്ര ദേഹേസ്മിൻ മധുസൂദന പ്രയാണകാലേ ച കഥം ജ്ഞേയോസി നിയതാത്മഭിഃ. ഇപ്പം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് അഥവാ അർജുനനിൽ വന്ന സംശയങ്ങളെ അർജുനൻ ഭഗവാന്റെ മുന്നിൽ ഉന്നയിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അർജുനൻ ചോദിച്ചു, അല്ലയോ പുരുഷോത്തമ, എന്താണ് ആ ബ്രഹ്മം? എന്താണ് അധ്യാത്മം? കർമ്മം എന്താണ്? അധിഭൂതം എന്ന് പറയപ്പെടുന്നത് എന്താണ്? അല്ലയോ മധുസൂദന, ഈ ദേഹത്തിൽ അധിയജ്ഞം ആരാണ്? എപ്രകാരമാണ്? നിയതാന്തക്കരണത്തോടൊത്തവരാൽ പ്രയാണകാലത്തിൽ അങ്ങ് എപ്രകാരം അറിയപ്പെടുന്നവനായി ഭവിക്കുന്നു? അപ്പൊ ബ്രഹ്മം, കർമ്മം ഈ പദങ്ങൾ പരിചയമുള്ളവയാണെങ്കിലും ഇവിടെ ഭഗവാൻ ഏതൊരർത്ഥത്തിലാണ് അവ പ്രയോഗിച്ചിരിക്കുന്നത് എന്നൊരു സംശയം ഉണ്ടാവാം. പിന്നെ അധ്യാത്മം, അധിഭൂതം, അതിദൈവം ഈ പദങ്ങൾ പൊതുവെ അപരിചിതങ്ങളാണ്. അതുമാത്രമല്ല, ഇങ്ങനെയുള്ള പദങ്ങൾക്കൊക്കെ പല സന്ദർഭങ്ങളിൽ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളും ഉണ്ടാവാം. അപ്പം ഭഗവാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിക്കുകയാണ്. പിന്നത്തെ അവസാനത്തെ ചോദ്യം, പ്രയാണകാലത്തിലും എങ്ങനെയാണ് അങ്ങ് അറിയപ്പെട്ടവനായി ഭവിക്കുക? പ്രയാണകാലം എന്ന് പറയുമ്പോൾ മരണകാലമാണ്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് മരണകാലം എന്ന് പറയുന്നത്, അതായത് ദേഹവിയോഗ സമയം, ദുഃഖം ഉണ്ടാവും, അതേപോലെ തന്നെ ഭയവും ഉണ്ടാവും. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണത്തെക്കുറിച്ച് കേൾക്കുന്നതിന് നമുക്ക് ഭയമാണ്. അയ്യോ, അത് പറയരുതേ എന്ന് പറയും. സത്യമാണ് ജനിച്ചാൽ മരിക്കും എന്നുള്ളത്, അത് ഒരു അനിവാര്യമായതാണ്. എന്നാലും മരണത്തെക്കുറിച്ച് പറയുന്നത് തന്നെ നമുക്ക് ഭയമാണ്. അപ്പം പിന്നെ ആ സന്ദർഭത്തിലുള്ള കാര്യം പറയേണ്ടതില്ലല്ലോ. അപ്പം അങ്ങനെ പറയുകയാണ്. അപ്പം എങ്ങനെയാണ് മരണം സമാഗതമായിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഭഗവാന്റെ സ്മരണ എങ്ങനെയുണ്ടാകും? ഈ സംശയങ്ങൾക്കുള്ള മറുപടി പറഞ്ഞുകൊണ്ടാണ് ഈ 8-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ. അപ്പം കഴിഞ്ഞ അധ്യായത്തിലെ അവസാനത്തെ 2 ശ്ലോകങ്ങളിലാണ് ഈ സാങ്കേതിക പദങ്ങളുടെ അർത്ഥം അർജുനന് വ്യക്തമാവാത്തത്. അവയെ ഒന്ന് വിശദീകരിക്കണം എന്നുള്ളതാണ് അർജുനന്റെ അപേക്ഷ. അതുകൊണ്ടാണ് ഈ അധ്യായം ഇങ്ങനെ ആരംഭിക്കുന്നത്. അപ്പം മരണസമയത്ത് ആ പരമമായ സത്യത്തെ അഥവാ പരമാത്മാവിനെ സാക്ഷാത്കരിക്കുന്നത് എങ്ങനെയാണെന്നറിയാൻ, സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ സംശയലേശമെന്നേ അറിയാം, അതിന് തനിക്ക് ആകാംക്ഷയുണ്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളാൽ സൂചിപ്പിക്കുന്നത്. ഇവിടെ അർജുനൻ ചോദിച്ച സംശയം നമ്മുടെയും കൂടി സംശയമായിട്ട് എടുക്കണേ. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഏതായാലും അടുത്ത 3-ാമത്തെ ശ്ലോകം മുതൽ ഭഗവാൻ അതിന് മറുപടി പറയാൻ തുടങ്ങുകയാണ്. നമുക്ക് അതവിടെ പഠിക്കാം.